പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 2 കൊറിന്തോസ് 12 അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു, വർഷിപ്പ് ജീസസ്. ഹല്ലേലൂയ. എനിക്ക് വളരെയധികം സമാധാനം നൽകിയ വാക്കുകളാണിവ. നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പെർഫെക്ഷന് വേണ്ടി, എ പെർഫെക്റ്റ് ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷേ മനുഷ്യന് അത് സാധ്യമല്ല. നമ്മൾ എപ്പോഴൊക്കെ വിശ്വാസത്തിൽ നമ്മൾ വിജയിക്കുന്നുവോ, വിശ്വാസത്തിൽ നമ്മൾ വളരുന്നുവോ, അപ്പോഴൊക്കെ സാത്താൻ അവൻ്റെ കുതന്ത്രങ്ങളുമായി വരും. നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാൻ സാത്താൻ അവൻ്റെ ചില തന്ത്രങ്ങളുമൊക്കെ, പഴയതുമാകാം, നമ്മുടെ വീക്ക്നെസ്സൊക്കെ അറിയാം, എങ്ങനെ ഇവനെ മലത്തിയടിക്കാം, എങ്ങനെ ഇവനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പൈശാചിക ശക്തികൾ അലറുന്ന സിംഹത്തെ പോലെ അലഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് പെർഫെക്റ്റ്. കാരണം ക്രിസ്തു സ്നാനം സ്വീകരിച്ച് കഴിഞ്ഞ ഉടൻ അവൻ മരുഭൂമിയിലെ പരീക്ഷയാണ് അവൻ നേരിട്ടത്. അവനെ സാത്താൻ പ്രലോഭിപ്പിക്കുകയായിരുന്നു. പക്ഷെ അവൻ പ്രാർത്ഥനയിലൂടെ അതിനെ അതിജീവിച്ചു. ആ ഒരു മാതൃകയാണ് നമ്മളും പിന്തുടരുന്നത്. ഒരിക്കലും നമുക്ക് പെർഫെക്ഷൻ കൈവരിക്കാൻ സാധ്യമല്ല. എപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇത്രയും തീക്ഷ്ണമായി വചനപ്രഘോഷണം നടത്തിയ പൗലോസ് അപ്പോസ്തലന് പോലും ഒരു മുള്ള്, അതായത് പുള്ളിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ ഇത്ര വിശുദ്ധിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ച് നടന്നവനെ പോലും സാത്താൻ ആ ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ഒരു മുള്ള്, ഒരു തഴക്കദോഷം കൊടുത്തിരിക്കുന്നു. അപ്പോൾ 100% പെർഫെക്റ്റ് ആകാൻ സാത്താൻ നമ്മളെ അനുവദിക്കുകയില്ല. ദാറ്റ് ഈസ് ബൈ ഡിസൈൻ. നമ്മൾ ബലഹീനനാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും ശക്തനായിരിക്കുന്നത്. ബലഹീനതയിലാണ് നമ്മൾ കർത്താവിലേക്ക് തിരിയേണ്ടതും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതും. നമ്മൾ പെർഫെക്റ്റാണ്, എല്ലാം തികഞ്ഞവരാണെങ്കിൽ
നമുക്ക് പിന്നെ വൈദ്യൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പെർഫെക്ഷന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നിരാശയായിരിക്കും ഫലം. കാരണം മനുഷ്യന് പെർഫെക്റ്റ് ആകാൻ സാധിക്കുകയില്ലെന്ന് കർത്താവിന് തന്നെ അറിയാം. അതുപോലെ ഇത്രയും തീക്ഷ്ണമായി വചന വേല നടത്തിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് പോലും അവസാനം പുള്ളി ഈസ് കമ്മിങ് ടു ടേംസ് വിത്ത് റിയാലിറ്റി. ചില കാര്യങ്ങൾ എനിക്ക് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും. നോബഡി ഈസ് 100% പെർഫെക്റ്റ്. 100% പെർഫെക്റ്റ് ആയവൻ യേശു ക്രിസ്തു മാത്രമാണ്. നമുക്ക് സന്തോഷത്തോടെ എല്ലാ കുറവുകളോടും കൂടെ നമുക്ക് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാം. അങ്ങനെ താഴ്ചകളും ഇറക്കങ്ങളും കയറ്റങ്ങളും എല്ലാമായി നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് ആഘോഷിക്കാം. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ ആസ് എ കോയിൻസിഡൻസ് ഇന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരാളെ കണ്ടുമുട്ടി. എനിക്ക് അയാളെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ അയാൾ മസിലൊക്കെ പിടിച്ച് ചേട്ടൻ ആദ്യം വന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ കരുതി അയാൾ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പഴയ കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ചില ചെറുപ്പകാലത്തെ ചില കളികൾ, ചില മുള്ളുകൾ, ചില നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികൾ, പുള്ളി അത് പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കാരണം എനിക്ക് ഒരു വിശുദ്ധനാകാനുള്ള എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളാണ് ഞാൻ. കാരണം പാപപങ്കിലമായ ഒരു ഭൂതകാലം, എവരി സെയിൻറ്റ് ഹാസ് എ സിൻഫുൾ പാസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് അവർ വിശുദ്ധിയിൽ വളരുന്നത്. ഞാൻ അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലും എടുത്ത് ഇതും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ദൈവം നമ്മളെ പടിപടിയായി വിശ്വാസത്തിൽ ഉയർത്തും. നമ്മുടെ സ്ഥിതി എന്ത് തന്നെ ആയിരുന്നാലും, എത്ര വീഴ്ചകൾ നമുക്ക് പറ്റിയാലും, നമ്മൾ ആത്മാർത്ഥമായി ക്രിസ്തുവിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ തഴക്കദോഷങ്ങളൊന്നും, നമ്മുടെ മുള്ളുകളൊന്നും അതിന് വിഘ്നമല്ല. അതാണ് അപ്പസ്തോലൻ പറയുന്നത്, എൻ്റെ കുറവുകൾ ഞാൻ സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയും, ഞാൻ അവയിൽ അഭിമാനം കൊള്ളും. കാരണം ആ കുറവുകളിലൂടെയാണ് കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. ആമേൻ.